കണ്ണീരോടെ നാട്. ശ്രീനന്ദയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. കടമ്പഴിപ്പുറത്തിന്റെ മണ്ണിലേക്ക് ചേതനയേറ്റ ശരീരമായി അവളെത്തി. ഇന്നലെ ചിക്കമംഗളൂരുവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം പാലക്കാട്ടെ വീട്ടിലെത്തിച്ചത്. പൊതുദർശനം നടക്കുന്ന വീട്ടിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. പ്രിയപ്പെട്ട കൂട്ടുകാരിയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ സഹപാഠികളും നാട്ടുകാരും ബന്ധുക്കളും വിങ്ങിപ്പൊട്ടുകയായിരുന്നു. പൊതുദർശനത്തിന് ശേഷം ശ്രീനന്ദയുടെ സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് നടന്നു. ഏപ്രിൽ 4-നാണ് കർണാടകത്തിലേക്ക് അച്ഛനും അമ്മയും ഉൾപ്പെടെ 40 പേരോടൊപ്പം ശ്രീനന്ദ വിനോദയാത്രയ്ക്ക് പോയത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:20-നും 5:30-നും ഇടയിലുള്ള ആ 10 മിനിറ്റിലാണ് ഒരു നാടിന്റെ ആകെ പ്രതീക്ഷയായ ആ പെൺകുട്ടിയെ കാണാതായത്. കുട്ടികൾക്കൊപ്പം ഫോട്ടോ എടുത്ത മലമുകളിലേക്ക് കയറിയ ശ്രീനന്ദ തിരിച്ചിറങ്ങുന്നതിനിടെ എവിടെയോ വെച്ച് അപ്രത്യക്ഷയാവുകയായിരുന്നു. ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ദുരന്ത നിവാരണ സേനയും പോലീസും വനവകുപ്പും ഉൾപ്പെട്ട സംഘം മൃതദേഹം പുറത്തെത്തിച്ചു. തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. മരണം വീഴ്ച മൂലമുണ്ടായതാണെന്നും പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികതയില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.